മെക്ഡൊണാൾഡ്സ് ഒരു $multi-billion കമ്പനി അല്ലെ? എന്ത് വിറ്റിട്ടാണ് അവർ $multi-billion കമ്പനിയായത്? 2 ബണ്ണിന്റെ ഇടയിൽ ഒരു കട്ട്ലറ്റ് വെച്ച് കഴിഞ്ഞാൽ ബർഗർ ആവും. ആ ബർഗർ വിറ്റിട്ടല്ല മെക്ഡൊണാൾഡ്സ് $multi-billion കമ്പനിയായത്. മെക്ഡൊണാൾഡ്സ് വിറ്റത് മെക്ഡൊണാൾഡ്സിന്റെ ബർഗറാണ്. റിപ്പയർ കൊച്ചി റിനോവേഷൻ ചെയ്യുന്നുണ്ട്. റിപ്പയർ കൊച്ചി മാത്രമല്ല റിനോവേഷൻ ചെയ്യുന്നത്, നാട്ടില് ഒരുപാട് പേര് ചെയ്യുന്ന അതേ പണിയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ ചെയ്യുന്നത് നാട്ടിൽ ഒരുപാട് പേര് ചെയ്യുന്ന റിനോവേഷൻ വർക്ക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റിൽ നമുക്ക് ആ $multi-billion കമ്പനി ആവാൻ പറ്റണ്ടേ? കാരണം ഈ ഒരു 2 ബണ്ണിന്റെ ഇടയിൽ ഒരു ബർഗർ വെക്കുന്നതിനേക്കാളും എത്രയോ വാല്യൂ ഉള്ള, എത്രയോ ഡിഫറെന്റ് ആയിട്ടുള്ള, എത്രയോ യൂണീക്നെസ് ഉള്ള പ്രോഡക്റ്റ് ആണ് നമ്മളുള്ളത്. 2000 ആണ്ടില് ഏകദേശം നഷ്ടത്തിൽ നിന്നിരുന്ന ഒരു ഓർഗനൈസേഷനാണ് ബജാജ്. ഞാൻ പറഞ്ഞ് ചിലർ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരുണ്ട്, ഒന്നുകൂടി പറയാം. ബജാജ് എന്ന് പറയുന്ന 2 വീലർ ഉണ്ടാക്കുന്ന കമ്പനി ഇന്ന് സൂര്യൻ അസ്തമിക്കാത്ത 2 വീലേഴ്സിന്റെ ഉടമസ്ഥനാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഏകദേശം 80-ൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ബജാജ് മോട്ടോർ സൈക്കിളുകൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്നുണ്ട്. അതിനകത്ത് ജപ്പാൻ ഉൾപ്പെടുന്നുണ്ട്, US ഉൾപ്പെടുന്നുണ്ട്. എങ്ങനെ അവർക്ക് സാധിച്ചു? അവര് യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇറക്കിയതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ പൾസർ എന്ന് പറയുന്ന യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിലാണ് അവർ ആരംഭിച്ചത്. അതേപോലെ റിപ്പയർ കൊച്ചിയും യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റേഞ്ചിലേക്ക് എത്തും. ആ റേഞ്ചാണ് നമ്മളുടെ സങ്കല്പം. ഇന്ന് നമ്മൾ 30 പേരിൽ താഴെ ഉള്ളൂ. സ്റ്റാഫ് ഗ്രൂപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം 30 മെമ്പേഴ്സാണ് ടോട്ടൽ ഉള്ളത്. അതിനകത്ത് ഒരാള് ഷാലു സാറാണ് മാനേജ്മെന്റ് കൺസൾട്ടന്റ്, ഒരാള് രശ്മി ആണ്. ഇവർ രണ്ടുപേരും കളഞ്ഞു കഴിഞ്ഞാൽ 28 സ്റ്റാഫ് മെമ്പേഴ്സാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ 2024 ഡിസംബറിൽ എന്ന് പറഞ്ഞാൽ 2023 ഡിസംബറിൽ നമ്മളൊരു സ്റ്റാഫ് മീറ്റിംഗ് നടത്തി, എന്റർടൈൻമെന്റ് പ്രോഗ്രാം. 2024 ഡിസംബറിൽ നമ്മൾ നടത്തുന്ന സ്റ്റാഫ് മീറ്റിംഗിൽ 52 പേരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 28 സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ 2024 ഡിസംബറിൽ 52 സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് പറ്റുന്ന വർക്ക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് നമ്മൾ പവർ പ്ലേ ആപ്പ് വാങ്ങിച്ചത്. പവർ പ്ലേ ആണ് എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമ്മളത് വാങ്ങിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് നമ്മളുടെ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ വർക്ക് ലോഡ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അവരുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാൻ പറ്റും, എങ്ങനെയാണ് അവർക്ക് കേരളത്തില് ഏതൊരു സ്ഥാപനത്തോടും കിടപിടിക്കാവുന്ന സാലറി പാക്കേജ് കൊടുക്കാൻ പറ്റുക, കംഫർട്ടിന്റെ പാക്കേജ് കൊടുക്കാൻ പറ്റുക. നിങ്ങൾക്ക് പലർക്കും പരാതി ഉണ്ടാവും, ഞാൻ റെഗുലർ ആയിട്ട് നിങ്ങളുടെ സൈറ്റിൽ വരുന്നില്ല. അങ്ങനെ പരാതികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും? ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവണം. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ സൈറ്റിൽ നേരെ ചൊവ്വേ നോക്കുകയാണെങ്കിൽ ഞാൻ വരില്ല. നിങ്ങൾ നിങ്ങളുടെ സൈറ്റ് നേരെ ചൊവ്വേ നോക്കുകയാണെങ്കിൽ ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷെ മാൻഡേറ്ററി ആയിട്ട് ഇപ്പൊ ആരും തന്നെ എന്നെ വിളിക്കാറില്ല. നിർബന്ധമായിട്ട് സാറ് ഈ ആഴ്ച കയറണമെന്ന് എൻ്റെ അടുത്ത് അങ്ങനെ ഇപ്പൊ റീസെന്റ് അങ്ങനെ എനിക്ക് അങ്ങനത്തെ കോൾസ് ഒന്നും വന്നിട്ടില്ല. അത് വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ റെഗുലർ ആയിട്ട് ട്രെയിനിങ്സ് നടത്തുന്നുണ്ടാണ്. നമ്മൾ എന്തൊക്കെ ട്രെയിനിങ് നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സ്റ്റാഫ് മെമ്പേഴ്സിൽ പലർക്കും തന്നെ അറിയാൻ പാടില്ല. കാരണം നമ്മൾ ഇങ്ങനെ ഹോളായിട്ടുള്ള എല്ലാവരും കൂടി ചേർന്നുള്ള ട്രെയിനിങ്സ് ഉണ്ട്. അത് കൂടാതെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മൾ നടത്തുന്നുണ്ട്. ഇതൊന്നും പോരാതെ നമ്മൾ ഗൂഗിൾ മീറ്റ് പറയണം നടത്തുന്നുണ്ട്. നമ്മൾ ഓൾവേസ് നമ്മളുടെ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ സ്കിൽ സെറ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ലെവലില് നമുക്ക് നിങ്ങൾക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ആരും നമ്മളുടെ കൂടെ കാലാകാലം നിൽക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. പക്ഷെ നമ്മളുടെ അടുത്ത് നിന്ന് നിങ്ങൾ പോകുമ്പോൾ കംഫർട്ടോടെ സന്തോഷത്തോടെ പോകാൻ പറ്റണം. കാരണം നിങ്ങൾ പോകുന്നത് ഒരു അപ്പർ മേഖലയ്ക്ക് അത് പറയാൻ പറ്റും. നമ്മളുടെ ലാസ്റ്റ് ട്രെയിനിങ് മീറ്റിന് ലാസ്റ്റ് എന്റർടൈൻമെന്റ് മീറ്റിന് പ്രജിത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടതല്ലേ പ്രജിത്തിനെ? പ്രജിത്ത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ പിന്നെ പ്രജിത്തിനെ ഇടക്കിടക്ക് ഞാൻ ഇവിടെ ഇപ്പൊ കാണാറുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് അവര് പോയി കഴിഞ്ഞെങ്കിലും അവർക്ക് ഓർഗനൈസേഷൻ എന്താണ് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടും അങ്ങനെ ഒരു വഴക്കിട്ട് പോയതല്ലാന്നുള്ളതാണ്. ഇപ്പൊ റീസെന്റ് നിങ്ങൾ ആരൊക്കെ അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ശ്രീലക്ഷ്മിക്ക് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ്
ഷൈജിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. വേറെ സപ്പോർട്ടൊന്നുമല്ല, ശ്രീലക്ഷ്മിക്ക് ഒരു ആവശ്യം ഉണ്ടായ സമയത്ത് നമ്മളത് ചെയ്തു കൊടുത്തിരുന്നു. അത് നമ്മളുടെ സ്റ്റാഫ് മെമ്പേഴ്സിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഏത് സ്റ്റാഫ് മെമ്പർക്കും എന്തൊരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ മറ്റുള്ള ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ഓർഗനൈസേഷന്റെ പോളിസിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് ആരെങ്കിലും അടുത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതും സ്ഥാപനം അഡ്രസ് ചെയ്യേണ്ടത്, അതും നമ്മൾ ചെയ്യുന്നുണ്ട്. കരിയർ ഗ്രോത്തിന്റെ കേസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ബിടെക്കാരെ നമ്മൾ എടുക്കുന്നു ഇല്ലേ? നിങ്ങളിവിടെ ആരെയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കണ്ടിട്ടില്ല. ജോഷിത് എൻ്റെ അടുത്ത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, സാറേ നമുക്ക് 2-3 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരികയാണെങ്കിൽ രസമായിരിക്കില്ലേ, നമ്മുടെ പല പ്രശ്നങ്ങളും അപ്പം മാറില്ലേ? അപ്പൊ ഞാനത് പറ്റില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് പറ്റില്ല എന്ന് പറയുന്നത്? ഒരു കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മോൾഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാരണം നമുക്ക് ആവശ്യമുള്ളത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. നിങ്ങളിൽ പല ആൾക്കാരും ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരുന്നുണ്ട്, നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് പലർക്കും തന്നെ അറിയാവുന്നതാണ്. ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവര് ഓൾറെഡി ഒരു സ്ട്രീമിലായിരിക്കും. ആ സ്ട്രീമിൽ നിന്ന് മാറി ചിന്തിക്കാൻ അവർക്ക് ചിലപ്പോൾ പറ്റിയെന്നില്ല. അത് ഒരു കാരണമാണ്. കരിയർ ഗ്രോത്തിന്റെ കേസിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇരിക്കുന്ന അതേ പൊസിഷനിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ നോക്കണില്ല എന്നാണ് അർത്ഥം. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുന്നത് ദിൻലയുടെ കേസ്. ദിൻല നമ്മുടെ ഇവിടെ ഒരു സൈറ്റ് ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തു. ഞാൻ ഇന്നലെ ചോദിച്ചാണ്, സെറ്റ് ഔട്ട് ചെയ്യാൻ അറിയാം, പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാൻ അറിയാം, എക്സലുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് കെട്ടിമറിയാൻ അറിയാം, ഓട്ടോകേഡുമായിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ട് കെട്ടിമറിയാൻ അറിയാം. എല്ലാം ശരിയല്ലേ? എല്ലാം പറയാൻ പറ്റുമോ? ദിൻല വന്ന റോളല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ റോൾസ് മാറിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും റോൾസ് മാറണം. നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കരിയർ ഗ്രോത്ത് ഉണ്ടാവണം. നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ആ സമയത്തും ഹയർ പോസ്റ്റുകളിലേക്ക് കോൺഫിഡന്റ് ആയിട്ട് പോകാനുള്ള നോളജ് ലെവൽ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങളാണ് ഓർഗനൈസേഷന്റെ കൾച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇന്നിപ്പോ സിസ്റ്റം റിവ്യൂവിനെ കുറിച്ച് മീരയ്ക്ക് സംസാരിക്കാം. നെക്സ്റ്റ് ഒരു സിസ്റ്റം റിവ്യൂ സെഷൻ ആണ്. അത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സത്യത്തിൽ ഒരു 15 മിനിറ്റ് മതി ഇത് ആൻസർ ചെയ്യാനായിട്ട്. ജെനുവിൻ ആയിട്ട് ആൻസർ ചെയ്യണം. അതായത് നമ്മുടെ ഓർഗനൈസേഷനെ നമ്മൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, നിങ്ങളുടെ വ്യൂവിൽ എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷനെ ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഞങ്ങൾക്കുള്ള ടിപ്സ് ആണിത്. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് എഴുതുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ള കംപ്ലീറ്റ് ഫീഡ്ബാക്ക് ഇതിനകത്ത് എഴുതണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്യൂസ് എഴുതാം. റിസോൾവ് ആവാത്ത ഇഷ്യൂസ്, സൈറ്റിലെ ഇഷ്യൂസോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് അഡ്രസ് ചെയ്യാം. നമ്മളിപ്പോ അവിടെ നിങ്ങൾ എഴുതി തന്ന റിവ്യൂസിനകത്ത് കണ്ട പോയിന്റ്സ് വളരെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. അതിനകത്ത് അനലൈസ് ചെയ്തപ്പോൾ വന്ന പല കാര്യങ്ങളും നമ്മളിപ്പം പവർ പ്ലേ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങ് മാറ്റും. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്രശ്നം MEP-കാരാണ്. MEP-കാർ സമയത്തിന് കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല എന്നുള്ള ഒരു വിഷയമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടത്. നമ്മൾ എന്തായാലും റിവ്യൂ ചെയ്ത് നോക്കി. അതായത് നിങ്ങൾ നമ്മളിപ്പം ടോട്ടൽ പ്രോജക്റ്റിന്റെ ടൈം ഷെഡ്യൂളാണ് സെറ്റ് ചെയ്യുന്നത്. ടോട്ടൽ പ്രോജക്റ്റിന്റെ ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് ടാസ്കുകൾ ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കോൺട്രീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് അല്ലെ? കോൺട്രീറ്റിംഗ് എന്ന് പറയുന്ന ടാസ്ക് നമ്മൾ കുറെ സബ് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലൈക്ക് ഷട്ടറിങ് ഒരു ടാസ്ക് ആണ്, കമ്പി കെട്ടുന്ന ഒരു ടാസ്ക് ആണ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ പൈപ്പ് ഇടുന്ന ഒരു ടാസ്ക് ആണ്, കോൺക്രീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ്. അത് കഴിഞ്ഞ് അതിന്റെ പുറത്ത് ബണ്ട് കെട്ടൽ, ക്യൂറിംഗ് എന്ന് പറയുന്ന അടുത്ത മെയിൻ ടാസ്ക് ആയിട്ട് നമ്മൾ ക്യൂറിംഗ് കൊണ്ടുവരികയാണ്. ക്യൂറിംഗ് എന്ന് പറയുന്ന ഒരു മെയിൻ ടാസ്ക് ആണ്. പക്ഷേ അതിനെ വീണ്ടും നമ്മൾ രണ്ടാക്കിയിരുന്നു. ഒന്ന് ബണ്ട് കെട്ടുക എന്നുള്ളത്, ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് 14 ദിവസം നനയ്ക്കുക എന്നുള്ളത്. അതിനുശേഷം ഡീ ഷട്ടറിങ് വേറൊരു ടാസ്ക് ആണ്. ഡീ ഷട്ടറിങ് ടാസ്ക് നമ്മൾ എടുത്തത് ഒന്ന് ഡീ ഷട്ടർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാസ്ക്, ടൂൾസ് സ്റ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരെണ്ണം, ടൂൾസ് ക്ലീൻ ചെയ്ത് മെയിൻ്റെനൻസ് ചെയ്യുക എന്ന് പറയുന്ന ഒരെണ്ണം, റെന്റിന്റെ അടുത്തുള്ള സാധനങ്ങൾ റിട്ടേൺ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം വേറെ വേറെ ടാസ്ക് ആയി. ഇപ്പൊ ഡീ ഷട്ടറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് MEP-കാരന് പൈപ്പ് ഇടാൻ പറ്റുള്ളൂ അല്ലെ? വാളിൽ പൈപ്പ് കട്ട് ചെയ്തിരുന്ന അപ്പോഴാണ്. അപ്പൊ MEP-കാരന്റെ വാള് കട്ട് ചെയ്ത് പൈപ്പ് ഇടുന്നത് എന്ന പരിപാടി ഡീ ഷട്ടറിങ് കഴിഞ്ഞിട്ട് ഒരു 3 days കഴിഞ്ഞിട്ടാണ്. നമ്മളപ്പോ ടോട്ടൽ പ്രോജക്റ്റിന്റെ ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്യുന്നതിൽ MEP-കാരുടെ കോൺഡ്യൂട്ട് ലേയിങ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടാസ്ക്, ആ ടാസ്ക് മറ്റേ ഡീ ഷട്ടറിങ്ങിന് ശേഷം 4 ദിവസം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആണ് അല്ലെ? ഡീ ഷട്ടറിങ്ങിന് ശേഷം 4 ദിവസം കഴിയുമ്പോഴാണ് അവന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. അവൻ നമ്മൾ 7 days 14 days എന്താ വെച്ചാൽ അത് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും.
അടുത്തതായിട്ട് പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവർ ഇത് ചെയ്തു തരണം. അല്ലെങ്കിൽ നമ്മളുടെ ടോയ്ലറ്റിൽ പ്ലംബിംഗ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിനകത്തുള്ള പ്ലാസ്റ്ററിങ് ചെയ്യണം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഓരോ ടാസ്കും തമ്മിലുള്ള ലിങ്ക് കറക്റ്റ് ചെയ്തിട്ട് ഓരോ ടാസ്കും എന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സൈറ്റ് എലിജിബിൾ ആവും. അതായത് ഇപ്പൊ MEP ആൾക്കാർക്ക് എന്നത്തേക്കാണ് മറ്റുള്ള വർക്കുകളെല്ലാം തീർത്തിട്ട് കോൺട്രിബ്യൂട്ട് ലേയിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നേരത്തെ തന്നെ അറിയാൻ പറ്റും. നിങ്ങൾ പറഞ്ഞിട്ടല്ല അറിയുന്നത്, സിസ്റ്റത്തിൽ നിന്ന് അറിയാൻ പറ്റും. ആ സ്റ്റാർട്ടിംഗ് ഡേറ്റ് അവർക്ക് നേരത്തെ അറിയാൻ പറ്റും. അതേപോലെ ഓരോ ഈവന്റിന്റെ എൻഡ് ഡേറ്റും നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പേഴ്സണൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് പവർ പ്ലേ ടീമുമായിട്ട് ചേർന്നിട്ട്. So hello everyone. So basically, we'll go through today the Power Play app. Okay. So Power Play is the Power Play and start from. Okay. So whenever you open the Power Play app, you will be coming to this screen. In this screen, basically all the active projects that a particular person is assigned, they will see those projects only here. Okay. Now, as you can see, Mr. Sanjay is working on Kaduturuthi project. So he is seeing the particular project for himself. If you open your Power Play, you will be able to see different project which you are working under. Okay. Okay. So whenever you click on a project name, the task module or the task feature will be opened up by default. Okay. Now, right now we will see how to update a particular task and how to add the pictures and everything. So if we talk about task module is basically your daily schedules that will be going on in your site. For example, let's say for 1 week you have to do excavation. After that, you have to do the plinth work. So all these works will be added as a task in the projects. Okay. Now, how to update a certain work or a certain task. So you can see all the tasks in your screen right now, right? There are 3 in your mobile phones. Just a minute. You go with the demo project. It is live. We already uploaded every data in the demo. Okay. Saikoti, you can continue. Okay, sir. Okay. So as you can see, the task module or task will be divided into 3 sections in the Power Play mobile app. One is the current, then upcoming and past. In current tab, all the tasks which is delayed or currently in progress or which is not started yet will be showing to you in the current section. In the upcoming section, all the tasks which is coming up next as in basically from tomorrow or day after tomorrow, if there are any tasks that needs to be started as per the start date, those tasks will be shown to you in the upcoming. And in the past, all those tasks which is completed 100%, those tasks will be visible to you in the past section. Now, how to find a task? Now, let's say there are hundreds of tasks in your task list. You can find a task by clicking on the search button on top. Can you see a search button in above upcoming, sir? Right? So you can type out any task name and you will be able to find the particular task. Saikoti, you can move on. Okay, sir. Okay. Sanjay sir, can you please try updating any one task on your end once? I just want to make sure that you have understood. Back. So you have to update the task. Okay. So Shyam sir, we have completed the task and the material right now. Okay. And we are just left with attendance. So shall we go for a break right now? Sure. And we can come back later. Yeah. We now it is 12:40. We can be back by 1:40. Okay, sir. Sure. So attendance is a short module only. So it will take 20-30 minutes maximum. Okay. So Okay. once we come back, we'll be back as soon as possible. Okay. Okay, sir. Okay. So, just a second. Okay, sir. So, sir, when are we coming back, sir? 1:40? 1:40. Okay, sir. Perfect. Okay. Okay, sir. Our lunch is at another venue. Okay. Sure, sir. Okay. Anaga, let us be here by 1:40.